നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക്. മലപ്പുറം കൂട്ടിലങ്ങാടിയിൽ ടാങ്കർ ലോറി ഇടിച്ച് 3 മരണം. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മരിച്ച 3 പേരും. CV അനുമോദ് ചേരുന്നു. അനുമോദ്, എപ്പോഴാണ് സംഭവം ഉണ്ടായത്? എന്താണ് അപകട കാരണം? അപകടം സംഭവിച്ചത്. പ്രകാരമാണ് ഈ കൂട്ടിലങ്ങാടി എതിരെ ഉണ്ടാക്കിയത്. ഈ ടാങ്കർ ലോറിക്ക് മുമ്പിലുണ്ടായിരുന്ന സ്കോർപിയോ പെട്രോൾ പമ്പിലേക്ക് കയറുവാൻ വേണ്ടി ഇൻഡിക്കേറ്റർ ഇട്ട് തിരികുകയായിരുന്നു. ഇവിടെ ഈ സ്കോർപിയോയ്ക്ക് മുമ്പിൽ ചവിട്ടി നിർത്താൻ നോക്കിയ ടാങ്കർ ലോറി പക്ഷെ നിയന്ത്രണം വിട്ട് വലതുവശത്തേക്ക് പോവുകയായിരുന്നു. ഈ സമയത്താണ് പെട്രോൾ പമ്പിൽ നിന്നും ഗുഡ്സ് ഓട്ടോറിക്ഷ പുറത്തിറങ്ങിയത്. തുടർന്ന് ഗുഡ്സ് ഓട്ടോറിക്ഷയും ടാങ്കറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുഡ്സ് ഓട്ടോറിക്ഷ ഉണ്ടായിരുന്ന 6 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 3 പേർ സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു. ഇവർ 3 പേരും പശ്ചിമബംഗാൾ സ്വദേശികളാണ്. പരിക്കേറ്റ് 2 പേര് മലപ്പുറം ഗവൺമെന്റ് ആശുപത്രിയിലും തുടർന്ന് ചികിത്സകൾക്കായി മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന കൂട്ടിലങ്ങാട് സ്വദേശി ഫൈസൽ ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ യാത്ര ചെയ്യാനാകാതെ ദുരിതത്തിലായിരിക്കുകയാണ് ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ 6ാം മൈൽ നിവാസികൾ. 4 വർഷം പിന്നിട്ടിട്ടും റോഡിന്റെ റീടാറിംഗ് നടക്കാതെ വരുന്നതോടെ റോഡ് പൂർണ്ണമായും തകർന്നു. പുനർനിർമ്മാണം വൈകുന്നതിൽ സമരം സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. മാങ്കുളം പഞ്ചായത്തിലെ പ്രധാന പാതകളിലൊന്നാണ് പെരുമൻകുത്ത് 6ാം മൈൽ റോഡ്. ചിക്കണംകുടി, കള്ളക്കുട്ടിക്കുടി, സിംഗുകുടി തുടങ്ങിയ ആദിവാസി മേഖലകളിലേക്കും 6ാം മൈലും 50ാം മൈലും ഉൾപ്പെടുന്ന ജനവാസ കേന്ദ്രങ്ങളിലേക്കുമുള്ള ഒരേയൊരു പാതയാണിത്. 4 വർഷമായി റോഡ് തകർന്നിട്ട് റോഡിലെ കുഴികളിൽ ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ബൈക്കിൽ ഉരുണ്ട് വീണു. കയ്യെ പൊട്ടിട്ടുണ്ടോ പാടൊക്കെ ഉണ്ട്. അവിടെ ആരും അധികാരികളൊന്നും തിരിഞ്ഞു നോക്കാനില്ല, പണിയുന്നില്ല. ആകെ ബുദ്ധിമുട്ടിലാണ്. പലരും വണ്ടിയൊക്കെ വീഴുന്നുണ്ട്. പിള്ളേരെ എല്ലാം നടക്കുന്നത് അങ്കൻവാടിയുടെ സൈഡ് തന്നെയാണ്. തകർന്ന റോഡിലൂടെയുള്ള യാത്ര ഇന്ധനനഷ്ടത്തിനിടയാക്കുന്നതായി ഡ്രൈവർമാർ പറയുന്നു. 4-5 വർഷമായിട്ട് വഴിയൊന്നുമില്ല. ഇതിനെക്കുറിച്ച് ആരും തിരിഞ്ഞു നോക്കാറുമില്ല. പിന്നെ വണ്ടി 1000 രൂപയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ 2000 രൂപയ്ക്ക് പണിയാണ്. ഒരു മെച്ചവുമില്ല. പ്രളയത്തിൽ തകർന്ന പാതയുടെ 100 മീറ്ററോളം ഭാഗം ഇനിയും പുനർനിർമ്മിച്ചിട്ടില്ല. 6ാം മൈൽ 50ാം മൈൽ മേഖലകളിലെ വിനോദസഞ്ചാരത്തിനും റോഡിന്റെ തകർച്ച തിരിച്ചടിയാകുന്നു. പാതയുടെ പുനർനിർമ്മാണം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ജനകീയ സമരത്തിന് തയ്യാറെടുക്കുകയാണ്. ന്യൂസ് 18 ഇടുക്കി. കുറ്റിപ്പുറം ഭാരതപ്പുഴയോരത്ത് അശാസ്ത്രീയമായ ഭിത്തി നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം ശക്തം. പുഴ മണ്ണിട്ട് നികത്തിയും വൃക്ഷത്തൈകൾ നശിപ്പിച്ചുകൊണ്ടുമാണ് പുഴ സംരക്ഷണ ഭിത്തി നിർമ്മാണം. കുറ്റിപ്പുറം ചെങ്ങണക്കടവിൽ പുഴയോരത്താണ് സംരക്ഷണ ഭിത്തി നിർമ്മാണം. പുഴയിലേക്ക് വ്യാപകമായ രീതിയിൽ മണ്ണിട്ട് നികത്തിയാണ് നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നത്. പരിസ്ഥിതി ദിനത്തിലും അല്ലാതെയും പുഴയോരത്ത് പരിസ്ഥിതി പ്രവർത്തകർ നട്ടുവളർത്തിയ വൃക്ഷത്തൈകളും നിർമ്മാണ പ്രവൃത്തി മൂലം നശിച്ചു. കടുത്ത വേനലിൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഘട്ടത്തിലാണ് പുഴയെ നശിപ്പിക്കുന്നത്. അടിസ്ഥാനപരമായി പുഴയും പർവ്വതങ്ങളും കുന്നും എല്ലാം കാടെല്ലാം സ്ഥിരമായി നിൽക്കേണ്ട സാധനമാണ്. അത് നിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഈ വികസനം ഒരിക്കലും ജീവജാലങ്ങളോടുള്ള ഏറ്റവും വലിയൊരു വിരോധമാണ് കാണിക്കുന്നത്. ഇത്തരം വികസനമേ അല്ല. ഒന്നാമത് ഈ കൊടുംചൂടിൽ പോലും ഇങ്ങനെ നിൽക്കുന്ന വെള്ളത്തിലേക്ക് പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ടല്ല വികസനം നടത്തുന്നത്. അങ്ങനെ പുഴ തീര സംരക്ഷണം ആഗ്രഹിക്കെങ്കിൽ പുഴ തീരത്തുള്ള സ്ഥലം എടുത്തുകൊണ്ടാണ് സംരക്ഷിക്കേണ്ടത്. പുഴയുടെ അളവ് കുറച്ചുകൊണ്ടുള്ള സംരക്ഷണം എത്ര വങ്കത്താണ് ചെയ്യുന്നത്. പുഴ എന്ന് പറയുന്നത് ഒഴുകാനുള്ള തന്നെയാണ്. നമ്മുടെ ശരീരത്തിലെ ജീവധമനികൾക്ക് തുല്യമാണ് പുഴ. നമ്മുടെ നാടിന്റെ ജീവധമനിയാണ്. പുഴ നശിപ്പിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ജില്ലാ കലക്ടർക്ക് പരാതി നൽകുമെന്നും പരിസ്ഥിതി പ്രവർത്തകർ അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മൂന്നാർ അടക്കമുള്ള അതിർത്തി മേഖലകളിൽ പരിശോധന കർശനമാക്കി പോലീസ്. മൂന്നാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡാണ് പരിശോധന നടത്തുന്നത്. തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് പണമോ ലഹരി വസ്തുക്കളോ കടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ലക്ഷ്യം. കർശന പരിശോധനയാണ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ വോട്ടുള്ള ആയിരക്കണക്കിന് തൊഴിലാളികളാണ് മൂന്നാർ അടക്കമുള്ള തോട്ടമേഖലയിലുള്ളത്. മുൻപ് ഈ മേഖലയിലേക്ക് വിതരണം ചെയ്യാൻ എത്തിച്ച പണം പോലീസ് പിടികൂടിയിരുന്നു. മൂന്നാർ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള ഓരോ സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലാണ് പരിശോധന. 23-ാം തീയതി ലോക്സഭാ ഇലക്ഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു വാഹന പരിശോധനയാണ്. ഇത് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ്. അതിന് ഇല്ലീഗൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കുക എന്നതാണ് നമ്മൾ ഈ വാഹന പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4 CRPF ജവാന്മാരടങ്ങുന്നതാണ് ഓരോ സ്ക്വാഡും. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണ് പരിശോധന. ന്യൂസ് 18 മൂന്നാർ. കൊല്ലം കുന്നിക്കോട് പോസ്റ്റ് ഓഫീസ് കെട്ടിടം കാടുമൂടി. ജീർണാവസ്ഥയിലായി കെട്ടിടം നവീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്.
കുന്നിക്കോട് ജംഗ്ഷനിൽ ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപമായാണ് പോസ്റ്റ് ഓഫീസിനുള്ള സ്വന്തം മന്ദിരം. കാലപ്പഴക്കം കൊണ്ട് കെട്ടിടത്തിന് ചോർച്ച സംഭവിച്ചു. അറ്റകുറ്റപ്പണികൾ നടത്താത്തത് മൂലം പോസ്റ്റ് ഓഫീസ് പട്ടാഴി റോഡിലുള്ള ഇരുനില കെട്ടിടത്തിലേക്ക് മാറ്റി. ഈ കെട്ടിടത്തിലേക്ക് പ്രായമായവർക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അതിൻ്റെ സ്ഥിതി പാമ്പ് വെള്ളത്തിൽ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. നിരന്തരം MPയെ സമീപിച്ച് പല നിവേദനം നൽകിയിട്ട് പോലും MPയുടെ കനത്ത അനാസ്ഥ മൂലമാണ് ഇപ്പോൾ ഈ പോസ്റ്റ് ഓഫീസ് ഒരു വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. ഭീമമായ തുക വാടക നൽകിയാണ് കെട്ടിടം പ്രവർത്തിക്കുന്നത്. സ്വന്തം കെട്ടിടം കാട് കയറി നശിക്കുമ്പോഴാണ് വാടക ഇനത്തിൽ ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. കെട്ടിടം കാട് കയറിയതോടെ ഇടജന്തുക്കളുടെ താവളമായി. സാമൂഹ്യവിരുദ്ധരും ഇവിടെ എത്തുന്നു. ടൗണിന്റെ ഭാഗത്ത് നല്ലൊരു ബിൽഡിംഗ് കളഞ്ഞ വാടക കെട്ടിടത്തിൽ അവർ പോയിരിക്കുന്നു. പാമ്പും ചേരയും കയറി നശിച്ച് ചവറും കുപ്പയിട്ട് നശിച്ച് നാളാണക്കലായി കിടക്കുകയില്ല. പോസ്റ്റ് ഓഫീസ് കെട്ടിടം നവീകരിച്ച് പ്രവർത്തനം സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും അധികൃതർ കേട്ടമട്ടില്ല. ന്യൂസ് 18 പുനലൂർ. നെയ്യാറ്റിൻകര ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യവകുപ്പിന്റെ സബ് സെന്റർ അനധികൃതമായി പൊളിച്ചു നീക്കിയെന്ന ആരോപണം. പഞ്ചായത്ത് അധികൃതരുടെ ഒത്താശയോടെ മരങ്ങൾ, മണ്ണ്, കരിങ്കല്ല് തുടങ്ങിയവ കടത്തിയെന്നും പരാതിയുണ്ട്. കളിവിളാകത്ത് പ്രവർത്തിക്കുന്ന സബ് സെന്ററിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഇതിന്റെ മറവിലാണ് നിലവിലുള്ള കെട്ടിടം പൊളിച്ചു മാറ്റിയത്. പഞ്ചായത്ത് കമ്മിറ്റി ചേരുകയോ ടെൻഡറുകൾ പരസ്യപ്പെടുത്തലോ ഒന്നുമില്ലാതെയാണ് കെട്ടിടം പൊളിച്ചതെന്നാണ് ആരോപണം. കെട്ടിടം പൊളിച്ചു നീക്കി ജനൽ, വാതിൽ തുടങ്ങിയ തടിയുരുപ്പടികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ കടത്തിയെന്നും ആരോപണമുണ്ട്. ഇത് ആരുടെ അറിവില്ലാതെ പഞ്ചായത്ത് കമ്മിറ്റി പോലും കൂടാതെയാണ് ഈ പകൽക്കൊള്ള നടന്നത്. ഇതിൽ ശരിക്കുള്ള ദുരൂഹത ഉള്ളതുകൊണ്ട് ഞാൻ നേരിട്ട് പോയിട്ട് പഞ്ചായത്തിൽ പോയി പരാതി വരെ കൊടുക്കേണ്ടത്. ഇവിടെയുള്ള പഴയ ഒരു കെട്ടിടമാണ്. അതിലുള്ള ഉറപ്പുള്ള വാതിൽ, ജന്നൽ, പിന്നെ ഹോസ്പിറ്റലിന് ആവശ്യമായ സാധനങ്ങൾ, ഇത് എല്ലാം ഇവിടുന്ന് ഒരു പകലുകൊണ്ട് കൺമുമ്പിൽ നാട്ടുകാർ കൺമുമ്പ് വെച്ച് മോടിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് ടെൻഡർ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഈ സംഭവം ചെയ്തതെന്നാണ് പറഞ്ഞത്. ലൈഫ് പദ്ധതിയിൽ വീട് വെച്ച് നൽകുന്നവർക്ക് മണ്ണ് നൽകാനാണ് ഇവ പൊളിച്ചതെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. എന്നാൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് കെട്ടിടം നിർമ്മിച്ചതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. 10 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന് തുക തികയില്ല എന്ന മുറവിളി കൂട്ടുമ്പോഴാണ് കെട്ടിടം പൊളിച്ച് കടത്തിയതെന്ന ആരോപണവും ശക്തമാകുന്നത്. ഇത് സംബന്ധിച്ച് ഒറ്റശേഖരമംഗലം കളിവിളാകത്ത് സ്വദേശി വിജയകുമാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. സംഭവത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് പരാതിക്കാരുടെ നിലപാട്. ഇതിലേക്കായി വകുപ്പ് മേധാവികൾക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് നൽകിയ ഭൂമിയിൽ വീട് പൂർത്തീകരിക്കാനാകാതെ ദുരിതത്തിലാണ് ഒരു കുടുംബം. നിലം നികത്താനാകില്ലെന്ന വില്ലേജ് ഓഫീസറുടെ ഉത്തരവിന്മേലാണ് വീട് പണി പൂർത്തിയാക്കാനാകാത്തത്. കൊട്ടാരക്കര കാടാംകുളം സ്വദേശി രവിയും കുടുംബവുമാണ് വീട് പൂർത്തിയാക്കാൻ കഴിയാതെ വലയുന്നത്. 4 വർഷം മുമ്പാണ് ബ്ലോക്ക് പഞ്ചായത്ത് 1.5 ലക്ഷം രൂപ മുതൽ മുടക്കിൽ രവിക്കും കുടുംബത്തിനും ഭൂമി നൽകിയത്. നിലമായതിനാൽ നികത്തി വീട് പണിയാനും ബ്ലോക്ക് പഞ്ചായത്ത് നിർദ്ദേശിച്ചിരുന്നു. വീടിന്റെ അടിസ്ഥാനം പൂർത്തിയായി തുടർപണികൾ നടത്താൻ തുടങ്ങിയപ്പോഴാണ് നിർമ്മാണം നിർത്തിവെച്ചുകൊണ്ടുള്ള വില്ലേജ് ഓഫീസറുടെ ഉത്തരവ് വന്നത്. വീട് കെട്ടി ബേസ്മെന്റിനകത്ത് മണ്ണിട്ട് കഴിഞ്ഞപ്പോഴാണ് സ്റ്റേ വന്നത്. ആരാ സ്റ്റേ കൊടുത്തതെന്നും അറിയത്തില്ല. അങ്ങനെ ഇപ്പം വീട് വെക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് വീട് പൂർത്തിയാക്കി കയറുക. ഇനി ഞങ്ങൾക്ക് വീട് വെക്കണമെങ്കിൽ പോലും ഏതെങ്കിലും ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയല്ലാതെ ഞങ്ങൾക്കൊരു അടി പോലും മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല. സ്വകാര്യ ബാങ്കിൽ നിന്നും കടമെടുത്താണ് വീടിന്റെ അടിസ്ഥാനം പൂർത്തീകരിച്ചത്. സർക്കാർ ഭൂമി തിരിച്ചെടുത്ത് മറ്റെവിടെയെങ്കിലും വീട് നിർമ്മിക്കാനുള്ള സ്ഥലം നൽകണമെന്നാണ് രവിയുടെയും കുടുംബത്തിന്റെയും ഇപ്പോഴത്തെ ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് മലപ്പുറം വളാഞ്ചേരി കാർത്തല സ്വദേശി നഫീസയും കുടുംബവും. 3 പതിറ്റാണ്ടായി വാടകയ്ക്കായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. മന്ത്രി KT ജലീൽ മുൻകൈയെടുത്താണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. വളാഞ്ചേരി നഗരസഭയിലെ കാർത്തലയിൽ സർക്കാർ പതിച്ചു നൽകിയ മിച്ചഭൂമിയിലാണ് നഫീസക്ക് വീടൊരുങ്ങിയത്. സർക്കാർ പദ്ധതിയിലാണ് വീട് നിർമ്മാണം തുടങ്ങിയത്. എന്നാൽ വീട് പൂർത്തിയാക്കാൻ പണം തികയാതെ വന്നതോടെ നിർമ്മാണം പാതി വഴിയിലായി. ഇതേ തുടർന്ന് മന്ത്രി KT ജലീൽ ഇടപെട്ടാണ് വീട് പണി പൂർത്തിയാക്കിയത്. പണി പൂർത്തിയാകാതെ കിടന്നിരുന്ന ഏതാണ്ട് 75,000-ഓളം വീടുകൾ പണി പൂർത്തിയാക്കാൻ സാധിച്ചു. ലൈഫ് പദ്ധതിയുടെ പ്രാരംഭഘട്ടത്തിൽ ഇതതിൻ്റെ 2ാം ഘട്ടമാണ്. 2ാം ഘട്ടത്തിലാണ് പുതിയ വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായി വീടൊരുങ്ങിയതിന്റെ സന്തോഷത്തിലാണ് നഫീസ. ഇപ്പം എനിക്ക് ഒരു വീടായി. ഇപ്പം എല്ലാം കൊണ്ടും ഞാൻ സന്തോഷിക്കുന്നില്ല. എല്ലാവരോടും എനിക്ക് കടപ്പുണ്ട്. പിന്നെ ജനങ്ങൾ ഒരുപാട് സഹായിച്ചെന്നെ. കാവുമ്പുറത്തുള്ളതും
പിന്നെ വാവപ്പടിക്കലുള്ളവരെ ഒക്കെ എന്നെ സഹായിച്ചു, കൈയഴിഞ്ഞ് സഹായിച്ചവരാ എല്ലാവരും. ന്യൂസ് 18 തിരൂർ. ആയോധന കലകളിൽ ശ്രദ്ധേയമായി മാറുകയാണ് മൂന്നാർ സ്വദേശി ഹരിണി. മലേഷ്യയിൽ നടന്ന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഹരിണി മൂന്നാമതെത്തി. 30 രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളെ പിന്തള്ളിയാണ് ഹരിണിയുടെ നേട്ടം. മലേഷ്യയിൽ നടന്ന ഇന്റർനാഷണൽ ടൂർണമെന്റിലാണ് ഹരിണിയുടെ നേട്ടം. 30 രാജ്യങ്ങളിൽ നിന്നും 60 പേരാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളായ ശേഖർ മുത്തുലക്ഷ്മി ദമ്പതികളുടെ മകളായ ഹരിണി ചെറുപ്പം മുതൽ കരാട്ടയിൽ പരിശീലനം തുടങ്ങിയിരുന്നു. കാരേക്കൺ കരാട്ടെ സ്കൂളിലെ രവികുമാറിന്റെ ശിക്ഷണത്തിലാണ് പരിശീലനം. സിംഗപ്പൂരിൽ ജൂൺ 22 നടക്കുന്ന ഇന്റർനാഷണൽ ലെവൽ ടൂർണമെന്റിൽ മത്സരിക്കുന്നതിനുള്ള പരിശീലനത്തിലാണ് ഹരിണി ഇപ്പോൾ. இவங்க மூணாரில் இருந்து கோயம்புத்தூரில் வந்து கராட்டே ப்ராக்டிஸ் பண்ணி இந்தியா லெவலில் எல்லா டோர்னமெண்ட்டும் வின் பண்ணிவிட்டு மலேசியாவுக்கு செலக்ட் ஆனாங்க இன்டர்நேஷ்னல் டோர்னமெண்ட்டில். அதில் அவங்க பார்ட்டிசிபேட் பண்ணாங்க. அந்த டோர்னமெண்ட்டில் 30 கண்ட்ரிஸ் வந்து பிளேயர்ஸ் வந்திருந்தாங்க. அரௌண்ட் 600 ஸ்டூடெண்ட்ஸ் வந்தாங்க. அதில் வந்து ஹரிணி 16 to 17 இயர்ஸ் கேட்டகரியில் -48 வெயிட் கேஜியில் பிரான்ஸ் மெடல் வாங்கியிருக்கிறாங்க. ஸோ இவங்க அடுத்தது வந்து சிங்கப்பூரில் ஜூன் 22 ടൂർണമെന്റ് നടக்குது. அந்த ടൂർണമെന്റിൽ வந்து அவங்க സെലക്ട് ആയിരിക്കാங்க പാർട്ടിസിപ്പേറ്റ് പண்றதுக்காக. ഒരാഴ്ച മുൻപ് പരിശീലനത്തിനായാണ് ഹരിണി മൂന്നാറിലെത്തിയത്. മൂന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിംഗ് സെന്ററിലാണ് പരിശീലനം. പോലീസിന്റെ SPCയിൽ ചേർന്ന് കായികക്ഷമത വർദ്ധിപ്പിക്കാനുള്ള പരിശീലനവും നേടിക്കഴിഞ്ഞു. ന്യൂസ് 18 മൂന്നാർ. ഇടവേള. വാർത്തകളിലേക്ക്. കടുത്ത വരൾച്ചയിൽ ഇടുക്കി ഹൈറേഞ്ചിലെ ഏലം കൃഷി കടുത്ത പ്രതിസന്ധിയിൽ. വേണ്ട രീതിയിൽ ജലസേചനം നടത്താൻ കഴിയാത്തതിനാൽ പൂവും ശരങ്ങളും കരിഞ്ഞുണങ്ങി. ഇതോടെ ഏലം ഉൽപാദനം പൂർണ്ണമായി നിലയ്ക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. ഇടുക്കി ഹൈറേഞ്ചിലെ പ്രധാന നാണ്യവിളയായ ഏലവും വരൾച്ചയിൽ കരിഞ്ഞുണങ്ങുകയാണ്. 35% തണലും തണുപ്പും ആവശ്യമായ ഏലത്തിന് ജലസേചനം നടത്താൻ കഴിയാത്തതും പ്രതിസന്ധിയാണ്. കടുത്ത ചൂടിൽ പുതിയ പൂവുകൾക്കൊപ്പം ശരങ്ങളും ഉണങ്ങി നശിക്കുകയാണ്. ഇതോടെ ഏലം ഉൽപാദനം പ്രതിസന്ധിയിലായി. ഈ പൂവുണ്ടായി നിൽക്കുമ്പോൾ അതിൽ നമുക്ക് മഞ്ഞോ അതുപോലെ തന്നെ വെള്ളത്തുള്ളികളോ വീണെങ്കിൽ മാത്രമേ ഈ ഏലത്തിൻ്റെ ഈ പൂവെല്ലാം പിടിച്ച് നമുക്ക് കായായി കിട്ടുകയുള്ളൂ. മുൻവർഷങ്ങളിൽ എന്ന് പറഞ്ഞാൽ നല്ല മഴയുണ്ടായിരുന്നുകൊണ്ട് വേനൽക്കും നമുക്ക് കായ എടുക്കാനുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതില്ല. അതുകൊണ്ട് കൃഷിക്കാർ വളരെ ദുരിതത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ കൊക്കോയോ മറ്റ് കൃഷികളെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ പന്നിയാർകുട്ടി പോലെയുള്ള ചില പ്രദേശങ്ങളിൽ ഇപ്പോൾ കൊക്കോയില്ല. ഒരു വരുമാനവും കൃഷിക്കാരെ സംബന്ധിച്ച് ഒന്നുമില്ല. വളരെ സാമ്പത്തികമായ രീതിയിൽ ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ കൃഷിക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ് എന്നാണ് പറയാനുള്ളത്. വേനൽ മഴ ലഭിച്ചാൽ മാത്രമാണ് ഇനി ഏലച്ചെടികളിൽ പുതിയ നാമ്പുകൾ ഉണ്ടാകുക. കൊടും ചൂട് തുടർന്നാൽ കടം വാങ്ങിയും വായ്പയെടുത്തും നടത്തുന്ന കൃഷി പ്രതിസന്ധിയിലാകുമെന്നാണ് കർഷകരുടെ ആശങ്ക. ഇത് ലക്ഷങ്ങളുടെ നഷ്ടത്തിനിടയാക്കുമെന്നും കർഷകർ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. വിത്തുപേരകൾ കൊണ്ട് വിപ്ലവം സൃഷ്ടിക്കുകയാണ് തൃത്താല സ്വദേശി ദിജി. പോളിയോ വില്ലനായെത്തിയെങ്കിലും ജീവിതത്തിൽ തോൽക്കാതെ ആത്മവിശ്വാസത്തോടെ മുന്നേറുന്ന ദിജി നിർമ്മിച്ച വിത്തുപേനകൾക്ക് ഗുണത്തിനൊപ്പം നിറങ്ങളുടെ ഭംഗിയുമേറെയാണ്. ചക്രക്കസേരയിലിരുന്ന് ജീവിത പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുകയാണ് തൃത്താല തൊഴുക്കാട് സ്വദേശിനി ദിജി. 6 മാസം പ്രായമുള്ളപ്പോൾ പോളിയോ ബാധിച്ചു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചതോടെ ദിജിയുടെ പഠനവും മുടങ്ങി. പരിമിതികൾക്കുള്ളിൽ ജീവിച്ചു പോന്ന ദിജി ഇന്നറിയപ്പെടുന്നത് വിത്തുപേനകളിലൂടെയും കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലൂടെയുമാണ്. പരിമിതികൾക്കിടയിൽ ജീവിതം മുന്നേറുന്നതിനിടയിൽ 10 വർഷം മുൻപ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന എംബ്രോയിഡറി പരിശീലനം വഴിത്തിരിവായി. ആഭരണ നിർമ്മാണത്തിൽ വൈദഗ്ധ്യം നേടി. പേപ്പർ പാനുകൾ ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്നത് പേപ്പർ പാനൊക്കെയാണ്. അതുപോലെ കൊട അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ ചെയ്യുന്ന ഒരു വർക്കാണ് മ്യൂറൽ പെയിൻറ്റിങ്. അതൊരു ഭയങ്കര ആഗ്രഹപ്രകാരം പഠിച്ചെടുത്തൊരു വർക്കാണ്. അപ്പോൾ ഇത് ഒരുപാട് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ വരും ഒരു പിക്ചർ ചെയ്തെടുക്കാൻ. പരിസ്ഥിതി സൗഹൃദ വിത്തുപേനകളുടെ നിർമ്മാണ തിരക്കിലാണ് ദിജി ഇപ്പോൾ. വിത്തുപേനകൾക്കിപ്പോൾ ആവശ്യക്കാർ ഏറെയാണ്. പ്ലാസ്റ്റിക് രഹിത പദ്ധതികളുടെ ഭാഗമായി സ്കൂളുകളിലും വിവിധ സർക്കാർ ഓഫീസുകളിലും വിത്തുപേന നൽകുന്നുണ്ട്. കൂടാതെ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് വിത്തുപേന നിർമ്മാണത്തിൽ പരിശീലനവും നൽകുന്നുണ്ട്. വിത്തുപേനയ്ക്ക് പുറമെ ഫ്ലവർ വേസ്, പെൻപോട്ട്, പേഴ്സ്, ടേബിൾ മാറ്റ്, ഗ്ലാസ് പെയിന്റിംഗ്, അലങ്കാര തുന്നൽ, കുട നിർമ്മാണം എന്നിവയിലെല്ലാം കഴിവ് തെളിയിച്ചു. ന്യൂസ് 18 തൃത്താല. കോതമംഗലത്ത് നട്ടെല്ലിന് ക്ഷതം ബാധിച്ചവർക്കുള്ള ചികിത്സ, പുനരധിവാസ ക്യാമ്പ്, പാരാപ്ലീജിയ ബാധിച്ചവരുടെ സംഗമവും നടന്നു. ഇതിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാർക്കായുള്ള തെരഞ്ഞെടുപ്പ് പരിശീലനവും നെല്ലിക്കുഴി പീസ് വാലിയിൽ നടന്നു. ക്യാമ്പ് മൂവാറ്റുപുഴ RDO ആശ സി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു.
കളക്ടറേറ്റ് സീനിയർ സൂപ്രണ്ട് ബീന ആനന്ദ് ഭിന്നശേഷിക്കാർക്ക് വോട്ട് ചെയ്യുന്നതിന് പോളിംഗ് സ്റ്റേഷനുകളിൽ ജില്ലാ ഭരണകൂടം ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളും വിശദീകരിച്ചു. ഭിന്നശേഷി വോട്ടർമാർക്ക് വോട്ടിംഗ് പരിശീലനത്തിനായി ബൂത്ത് സജ്ജീകരിച്ച് വോട്ടെടുപ്പ് നടന്നു. വീൽചെയർ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. 3 മാസം കൊണ്ട് 10 രോഗികളെ വീതം സ്വയം പര്യാപ്തരാക്കുകയാണ് ലക്ഷ്യം. ചികിത്സ പുനരധിവാസ ക്യാമ്പിൽ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100ഓളം പേർ പങ്കെടുത്തു. ക്യാമ്പ് മൂവാറ്റുപുഴ RDO ആശാ സി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. പീസ് വാലി ചെയർമാൻ PM അബൂബക്കർ അധ്യക്ഷനായി. ന്യൂസ് 18 കോതമംഗലം. നാട്ടുവോട്ട്. തെരഞ്ഞെടുപ്പ് പോരാട്ടം അവസാന ലാപ്പിലേക്ക് എത്തിയതോടെ കൊല്ലത്ത് വീറും വാശിയും ഉയരുന്നു. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന് നടപടി മുന്നറിയിപ്പ് നൽകിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിനെ ആയുധമാക്കുകയാണ് LDF. എന്നാൽ നടപടിയില്ലെന്നും വിശദീകരണം ജില്ലാ കളക്ടർ അംഗീകരിച്ചുവെന്നുമാണ് UDF സ്ഥാനാർത്ഥിയുടെ നിലപാട്. ഉറങ്ങിക്കിടന്ന കനകദുർഗയും ബിന്ദു ഈ പോലീസുകാർ വീട്ടിൽ പോയി കുളിപ്പിച്ചൊരുക്കി വൃത്തിയാക്കി ആൺവേഷം ധരിപ്പിച്ച് ഒരു ആംബുലൻസിനകത്ത് കിടത്തി ഓക്സിജൻ ഘടിപ്പിച്ച് പമ്പയെ കൊണ്ടുവന്ന് ഊടുവഴിയിലൂടെ ശബരിമലയെ കൊണ്ടുവന്ന് പിൻവാതിലൂടെ സന്നിധാനത്തിൽ കൊണ്ടുവന്ന് 7 പോലീസുകാരുടെ അകമ്പടിയോടുകൂടി കൊണ്ടുവന്ന് തൊഴിപ്പിച്ചു. മുഖ്യമന്ത്രി വെളുപ്പാങ്കാലത്ത് 9 മണിക്ക് പത്രസമ്മേളനം. എന്താ പത്രസമ്മേളനം? നവോത്ഥാനം നടന്നു. ഇവിടെ ഇരുട്ടിന്റെ മറവിൽ കൊച്ചു വെളുപ്പാങ്കാലത്ത് 3:45 മണിക്ക് നവോത്ഥാനം. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ ഈ വാക്കുകൾക്കെതിരെയാണ് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ നടപടി മുന്നറിയിപ്പ് നൽകിയത്. ഇത്തരം പരാമർശം ആവർത്തിക്കരുതെന്നാണ് ജില്ലാ കളക്ടർ നൽകിയ കർശന നിർദ്ദേശം. ജില്ലാ കളക്ടറുടെ ഈ ഉത്തരവാണ് ഇടതുപക്ഷത്തിന്റെ പുതിയ പ്രചാരണ വിഷയം. NK പ്രേമചന്ദ്രന്റെ BJP ബന്ധം മുൻനിർത്തി പ്രചാരണം നടത്തുന്ന LDFന് കിട്ടിയ മറ്റൊരു ആയുധമാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ്. UDFന്റെ സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഒരു തരംതാണ വോട്ടുപിടുത്തത്തിനുള്ള ശ്രമം നടത്തിയെന്നത് ഞങ്ങൾ ആദ്യം മുതലേ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്ന ആക്ഷേപം ജില്ലാ കളക്ടർ ശരിവെച്ചു എന്നുള്ളതാണ് ഞങ്ങളിതിൽ കാണുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയും. പ്രസംഗം മതസ്പർദ്ധ ഉയർത്തുന്നതല്ല എന്നാണ് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ തുടരുന്ന നിലപാട്. ജില്ലാ കളക്ടർ താക്കീത് നൽകിയിട്ടില്ലെന്നും പ്രേമചന്ദ്രൻ പറയുന്നു. ജില്ലാ കളക്ടറുടെ ഉത്തരവ് നിങ്ങൾക്ക് വായിച്ചാൽ അറിയാം. ഒരു പാരഗ്രാഫിൽ കൃത്യമായി പറയുന്നുണ്ട്, മതപരമായ സ്പർദ്ധയോ സാമുദായികമായ വിഭാഗീയതയോ ഉണ്ടാക്കുന്നതല്ല, അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമല്ല എന്ന് അസന്നിഗ്ധമായി പറയുന്നുണ്ട്. പ്രേമചന്ദ്രന്റെ വിവാദ പരാമർശം മുൻനിർത്തിയാണ് LDF പ്രചാരണം. ഇതിന് തൊട്ടുപിന്നാലെ DYFIയുടെ പൊതുച്ചോറ് വിതരണം തടസ്സപ്പെടുത്താനും UDF ശ്രമിക്കുന്നുവെന്നാണ് അടുത്ത പരാതി. എന്നാൽ ആരോപണങ്ങളെ നേരിടാനാണ് UDFന്റെ ശ്രമം. ന്യൂസ് 18 കൊല്ലം. പുതിയ കാലത്തെ സംവിധാനങ്ങളൊന്നുമില്ലാത്ത കാലത്ത് റാന്തൽ വെളിച്ചത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയതിന്റെ ഓർമ്മയിലാണ് കോഴിക്കോട്ടെ മുൻ MLA CP കുഞ്ഞ്. കോളാമ്പി മൈക്കിലൂടെ മൈതാനങ്ങളിൽ ജനങ്ങളെ പിടിച്ചിരുത്തിയ കഥകൾ പങ്കുവയ്ക്കുകയാണ് ഈ 90-കാരൻ. റാന്തൽ വിളക്കേന്തി നാട്ടിടവഴികളിൽ കാൽനടയായി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ കാലം. കാതടിപ്പിക്കുന്ന അത്യാധുനിക ശബ്ദവിന്യാസങ്ങളില്ല, പകരം കോളാമ്പി സ്പീക്കറുകൾ മാത്രം. ആ പഴയകാല ഓർമ്മകൾ പങ്കുവെക്കുകയാണ് കോഴിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് കാരണവരിൽ ഒരാളായ 90-കാരൻ CP കുഞ്ഞ്. കൈകൊണ്ട് പോസ്റ്റർ എഴുതി മതിൽമേലൊട്ടിക്കും. ആ ധാരാളം കോപ്പികളുണ്ടാവും, ഓരോരുത്തർ എഴുതിണ്ടാക്കും. ഇന്നോ പ്രിന്ററാണ്. വിദ്യാർത്ഥി സംഘടനയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്ന കുഞ്ഞ് 16-ാം വയസ്സ് മുതൽ പ്രസംഗിക്കാൻ പോകുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പാർട്ടിയിലേക്ക് വന്നു. 1950-കളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായി. ഇന്നും പാർട്ടി മെമ്പർഷിപ്പുണ്ട്, സാധാരണ മെമ്പർഷിപ്പുണ്ട്. 1987-ൽ കോഴിക്കോട്ട് നിന്നും MLA ആയ കുഞ്ഞ് 91-ൽ MK മുനീറിനോട് തോൽക്കുകയായിരുന്നു. ടി ആതിര, ന്യൂസ് 18 കോഴിക്കോട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികളെ സ്വീകരിക്കാൻ വേറിട്ട വഴികൾ തേടുന്നത് ഒരു പുതുമയല്ല. പക്ഷേ കണ്ണൂർ നഗരത്തിൽ LDF സ്ഥാനാർത്ഥി PK ശ്രീമതിക്കൊരുക്കിയ സ്വീകരണമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ തരംഗമാവുന്നത്. കണ്ണൂർ നഗരത്തിലെ കൂട്ടായ്മയായ മർഹബ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിനെത്തിയതായിരുന്നു LDF സ്ഥാനാർത്ഥി. ശ്രീമതി ടീച്ചറെ തന്നെ ഞെട്ടിച്ച് സംഘാടകർ സ്ഥാനാർത്ഥിയെ മണവാട്ടിയാക്കി.
ആനയിച്ച് സ്വീകരിച്ചപ്പോഴേക്കും കൊട്ടുംപാട്ടുമായി തോഴിമാരെത്തി. അങ്ങനെ പി കെ ശ്രീമതി മധുര 17 ലങ്കിമറിയുന്നോളായി. ഒപ്പനപ്പാട്ടിന്റെ താളം മുറുകിയപ്പോൾ മണവാട്ടിയും കൈമുട്ടി ഒപ്പം ചേർന്നു. പിന്നെ സെൽഫി എടുക്കാൻ വന്നവർക്കൊപ്പം പോസ്റ്റ് ചെയ്തും സ്വീകരണത്തിന് നന്ദി പറഞ്ഞു അടുത്ത കേന്ദ്രത്തിലേക്ക്. ന്യൂസ് 18 കണ്ണൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാവുന്നു. ഇനി 9 മണി ഒറ്റനോട്ടത്തിൽ ദിവ്യ ചേരും. നമസ്കാരം.